ഹായ് ഗൈസ്, ഇന്നത്തെ എൻ്റെ വ്ളോഗ് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അപ്പോൾ ഇന്ന് കംപ്ലീറ്റ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നു. അതായത് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 സംതിങ് മന്ത്സായി. അപ്പോൾ ഈ ഒരു കാലയളവിൽ എനിക്കുണ്ടായ കുറച്ച് ചേഞ്ചസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നൊക്കെ ഞാൻ ജസ്റ്റ് ഒരു ഷോർട്ട് പീരീഡ് പറഞ്ഞുതരാം. പൊതുവേ എനിക്ക് വീഡിയോ എടുക്കാനും സംസാരിക്കാനും ക്യാപ്ഷൻ ഇടാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പം ഞാൻ ഹൗസ് ഡാൻസ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ഈ ഡെയിലി വ്ളോഗ്സ് ഒക്കെ ഭയങ്കര മീൻസ് എല്ലാവരും ചെയ്ത് തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ അതൊക്കെ കാണുന്ന സമയത്ത് ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അഞ്ജന കൃഷ്ണ ഈ വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ യു ക്യാൻ റിലേറ്റ് ദിസ്. അപ്പോൾ ഞങ്ങൾ രണ്ടോളം ഇങ്ങനെ പറയും, എല്ലാവരും വ്ളോഗ് എടുക്കുന്നു, എന്തുകൊണ്ട് നമുക്ക് എടുത്തുകൂടാ. പക്ഷെ അന്ന് ഞങ്ങൾക്കത് പറ്റാണ്ടിരുന്നത് ഫോണായിരുന്നു മെയിൻ കാരണം നമ്മുടെ അടുത്ത് അത്ര ക്ലാരിറ്റി ഉള്ള ഫോൺ ഒന്നും ഉണ്ടായിരുന്നില്ല. സോ നമ്മൾ പറഞ്ഞു മീൻസ് അതുകൊണ്ട് നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്നാലും അതായത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പോക്കോ M2 Pro ആയിരുന്നു. അത് വെച്ചിട്ട് ഞാൻ മാക്സിമം ഫോട്ടോസ് എടുക്കുമായിരുന്നു, വീഡിയോസ് എടുക്കുമായിരുന്നു, ക്യാപ്ഷൻസ് ഇടായിരുന്നു, സ്റ്റോറി ഇടായിരുന്നു, അങ്ങനെയൊക്കെ ചെയ്യാണ്ടായിരുന്നു. സ്റ്റിൽ ഉണ്ടാക്കുന്ന വീഡിയോസിന് അപ്രിസിയേഷൻ കിട്ടിയിട്ടുണ്ട്. ചില ആൾക്കാർ നമ്മളിപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ HS കഴിയുന്ന സമയത്ത് കുറേ വീഡിയോസ് ലൈക്ക് നമുക്ക് ആ ഒരു മൊമെൻ്റൊക്കെ ഞാൻ നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്ത് വീഡിയോസ് ആക്കിയൊക്കെ ഇങ്ങനെ സ്റ്റോറിയൊക്കെ ഇടുന്ന സമയത്ത് എല്ലാവരും പറയും അയ്യോ കണ്ടപ്പോൾ സങ്കടമായിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത്ര ഇമോഷണലി ചെയ്ത സാധനം വേറൊരാൾക്ക് കണക്റ്റ് ആകുമ്പോൾ ഇറ്റ് മേക്സ് ഹാപ്പി. ഓക്കെ, അപ്പോൾ അങ്ങനെ അപ്പം തൊട്ടേ വീഡിയോസ് ഉണ്ടാക്കും. ഈ സംഭവങ്ങളൊക്കെ മൈൻഡിലുണ്ട്. അത് കഴിഞ്ഞ് അപ്പം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന വേറൊരു കാര്യം, ജോലിക്ക് കയറി കഴിഞ്ഞാൽ ഞാൻ ആദ്യം മേടിക്കുന്നത് ഐഫോണാണ്. ആ സമയത്ത് അങ്ങനെ അധികം ഇപ്പോഴാണ് എല്ലാവരുടെ കയ്യിൽ ഐഫോണായി, അതിനൊരു വിലയില്ല, അങ്ങനെ ഒരു ടേമായി എല്ലാവരുടെ അടുത്തും ഐഫോൺ ഈസ് സിമ്പിൾ അങ്ങനെ. പക്ഷേ ഞാൻ ആ സമയത്ത് അതായത് കുറേ കാലം മുന്നേ അല്ല, എന്നാലും ഞാൻ പറയാം, ഞാൻ കോളേജിലായ സമയത്ത് അങ്ങനെ ഒരുപാട് ആളെടുത്തൊന്നും ഐഫോൺ ഉണ്ടായില്ല. സോ ഞാനും അഞ്ജന കൃഷ്ണ എപ്പോഴും പറയും നമുക്ക് ആദ്യം ഒരു ഐഫോൺ മേടിക്കണം. അങ്ങനെ പണിക്ക് കയറിയപ്പോൾ ഞാൻ ആദ്യമേ വിചാരിച്ചതാണ് എൻ്റെ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായിരിക്കും ഫോണായിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഫോൺ മേടിക്കുന്നു. അപ്പം എൻ്റെ മനസ്സിൽ നല്ല ഫോട്ടോസ് എടുക്കണം, വീഡിയോസ് എടുക്കണം, എൻ്റെ സന്തോഷം കണ്ടെത്തണം. അതുകൊണ്ടാണ് ഞാൻ ഐഫോൺ എടുക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മൈ ലൈഫിൽ ജോലിക്ക് കയറിയപ്പോൾ, അതായത് ഞാൻ വർക്ക് ചെയ്യുന്നത് കോട്ടക്കൽ മൈ ലൈഫ് മെഡിസിറ്റിയിലാണ്. അവിടെ എനിക്ക് കിട്ടിയ കൊളീഗ്സ് ഒന്നും പറയാല്ല, സൂപ്പർ കൊളീഗ്സാണ് എൻ്റെത്. ഇത്രയും അടിപൊളി ആൾക്കാരെ എങ്ങനെ കിട്ടി എനിക്കറിയില്ല. സോ മാഷാ അല്ലാ. അവിടെ നിന്ന് എക്സ്പെഷ്യലി ഫർസാൻ ഡോക്ടറാണ് എന്നോട് ആദ്യമായിട്ട് എന്തുകൊണ്ട് എനിക്ക് വീഡിയോ ചെയ്തുകൂടെ, എന്തുകൊണ്ട് എനിക്ക് ചാനൽ തുടങ്ങിക്കൂടെ, എന്തുകൊണ്ട് എനിക്ക് വീഡിയോ ഇട്ടുകൂടാ, ഈ ചറവറ പറയാനും എഡിറ്റ് ചെയ്യാനും കാണിക്കാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എനിക്ക് വ്ളോഗ് ഇട്ടുകൂടാ എന്ന് ഫർസാൻ ഡോക്ടറാണ് ആദ്യം പറഞ്ഞു തുടങ്ങിയത്. അങ്ങനെ പുള്ളിക്കാരി ഒരു ദിവസം ഭയങ്കരമായിട്ട് എന്നെ പുഷ് ചെയ്ത് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. അപ്പം ഞാനിങ്ങനെ ഉള്ളിൽ ഓൾറെഡി ആ ഒരു സാധനം കിടക്കുന്നുണ്ട്, മീൻസ് ഇഷ്ടമാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഞാൻ വൈ നോട്ട് എന്തുകൊണ്ട് ചെയ്തുകൂടാ. അപ്പം ഇങ്ങനെ ഒരു തോട്ട് വന്നപ്പോൾ ഒപ്പം ഉണ്ടായിരുന്ന എല്ലാവരും, വഹാബ് ഡോക്ടറാവട്ടെ, ജാബി ഡോക്ടറാവട്ടെ, മഹി ഡോക്ടറാവട്ടെ, എല്ലാവരും ഒന്നിനൊന്ന് സപ്പോർട്ടായിട്ടാണ് നിന്നത്. എല്ലാവരും വന്നിട്ട് ചെയ്യേ, നിന്നെക്കൊണ്ട് പറ്റും, നമുക്ക് ആ സാധനം ഉണ്ട് എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും എനിക്ക് തന്നൊരു സപ്പോർട്ടുണ്ട്. ആ ഒരു അപ്പത്തെ ഒരു അഡ്രിനാലിൻ റഷിലാണ് ഞാൻ ചാനൽ തുടങ്ങുന്നതും ഇൻസ്റ്റാഗ്രാം തുടങ്ങണം. ആൻഡ് അപ്പോഴും എനിക്ക് ഐ എം നോട്ട് ഷുവർ, കാരണം കൺസിസ്റ്റൻസി ആയിട്ട് എനിക്കിത് കൊണ്ടുപോകാൻ പറ്റുമോ, എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റുമോ, എന്താണ് ഇതിന് മാത്രം എനിക്ക് ഇടാനുള്ളത് ഒന്നും എനിക്കറിയില്ല. അതേസമയം തന്നെ ഞാൻ എൻ്റെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആളുകളോട് സജഷൻ ചോദിച്ചു. പ്രേമൻ ഈ വ്ളോഗ് ആണോ എന്ന് എനിക്കറിയില്ല. പ്രേമനോട് ചോദിച്ചു, പ്രേമ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, എനിക്കിപ്പോൾ അങ്ങനെ ഒരു ഇത് തുടങ്ങണം എന്നുണ്ട്, എന്താണ് ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ, അല്ലെങ്കിൽ ഞാനിത് കണ്ടിന്യൂ ചെയ്ത് പോവോ ഒന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പ്രേമനായാലും എന്നോട് പറഞ്ഞത്, നിനക്ക് ഇപ്പം അങ്ങനെ തോന്നുന്നുണ്ട്, നീ ഇപ്പം തുടങ്ങണം, ലൈക്ക് എന്തോ ആവട്ടെ, ഫ്യൂച്ചറിൽ അത് എവിടെ എത്തട്ടെ, പക്ഷേ യു ഷുഡ് ഡു എന്നാണ് പ്രേമൻ എന്നോട് പറഞ്ഞത്. പ്രേമൻ പോലെ എന്നോട് എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുള്ളൂ എല്ലാ കാര്യത്തിനും. പ്രേം വിൽ ബി ദർ ഫോർ മീ. ഓക്കെ, എന്നിട്ട് ഞാൻ ചാനൽ തുടങ്ങുന്നു, ഇൻസ്റ്റാഗ്രാമിൽ പേജ് തുടങ്ങുന്നു, വീഡിയോസ് ഇടുന്നു. അപ്പോൾ ഒരു എന്താ പറയുക, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട രീതിയിൽ എനിക്ക് ഒരു സെന്തിലൊക്കെ കണ്ടൻസ് കിട്ടും, അതങ്ങിടും. അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വ്യൂസൊക്കെ കയറി എനിക്ക് ആദ്യം അറിയാവുന്ന ആൾക്കാരുടെ അടുത്താണ് കൊളാബൊക്കെ കിട്ടി തുടങ്ങിയത്. ഞാൻ പഠിച്ച കോളേജിൻ്റെ അവിടെ നിന്ന് FM-ൻ്റെ കൊളാബ് കിട്ടുന്നു. പിന്നെ എനിക്ക് അറിയുന്ന വേറൊരു ചേട്ടൻ്റെ അടുത്ത് നിന്ന് കൊളാബ് കിട്ടുന്നു.
അങ്ങനെ അത് കഴിഞ്ഞ് ഫോർ ദ ഫസ്റ്റ് ടൈം എനിക്ക് ഒരു പരിചയമില്ലാത്തൊരു ഒരു ചേട്ടൻ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പുള്ളിക്കാരെന്ന് എനിക്കൊരു പെയ്ഡ് കൊളാബ് കിട്ടുകയാണ്. ആൻഡ് ദ ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ ബുക്ക്. പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ഈ പുസ്തകം അയച്ചു തരാം, വായിച്ചിട്ട് റിവ്യൂ ഇടണം എന്നാണ് പറഞ്ഞത്. പക്ഷെ അവർക്കറിയില്ല ഞാൻ പുസ്തകം, എനിക്ക് കുറച്ച് ചെറുതായിട്ട് ഞാൻ പുസ്തകം വായിക്കും, റിവ്യൂസ് എഴുതാനും ഇഷ്ടമാണ്. അപ്പോൾ അവർക്കിതൊന്നും അറിയില്ല. ആൻഡ് ആ ഒരു കോയിൻസിഡൻസ് ഞാൻ ആലോചിക്കണേ. പുസ്തകങ്ങൾ എനിക്ക് അത്രയും ഇഷ്ടമാണ്, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇതെല്ലാം. അപ്പോൾ ഞാൻ ഈ പുസ്തകം വായിച്ചു, കംപ്ലീറ്റ് വായിച്ചു. ഭയങ്കര അടിപൊളി പുസ്തകമാണ്. ഗീതു ഗോപാൽ മാമിൻ്റെ ഫസ്റ്റ് ബുക്കാണിത്. പക്ഷെ അത് വായിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ പറയില്ല ഇത് പുള്ളിക്കാരിയുടെ ഫസ്റ്റ് ബുക്കാണെന്ന്. കാരണം ഒരുപാട് ചിന്തിക്കാനുള്ള സാധനങ്ങൾ ഇതിലുണ്ട്. ഞാൻ ചില പോയിന്റ്സൊക്കെ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വെക്കുക, എനിക്ക് അങ്ങനെയൊക്കെ കുറച്ച് ഭ്രാന്തൊക്കെ ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വെക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആൻഡ് ഞാൻ എന്തായാലും ഇതിൽ ഭയങ്കര എൻ്റെ ഒരു സിൻസിയർ ജെനുവിൻ റിവ്യൂ മാത്രമേ ഞാൻ പറയുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ ഈ പുസ്തകത്തിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്ന ദിവസമാണ്. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് ഇത് വായിച്ച് കുറച്ച് പോയിൻറ്റ്സൊക്കെ നോട്ട് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആസ് യൂഷ്വൽ യൂണിഫോം കണ്ടാൽ മനസ്സിലായല്ലോ, ഞാൻ നൈറ്റ് ഓഫ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് പുസ്തകത്തിൻ്റെ വീഡിയോ എടുക്കണം, അതാണ് എൻ്റെ ഇന്നത്തെ ടാർഗറ്റ്. കുളിക്കണം, ഉറങ്ങണം, വൈകുന്നേരം എടുക്കുകയുള്ളൂ. വല്ല മീൻസ് കുറച്ച് പാടം, പുഴ, അങ്ങനെ ഒരു സെറ്റപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് എനിക്ക് ഈ ഒരു മൊമെൻ്റ് എനിക്ക് ക്യാപ്ചർ ചെയ്ത് വെക്കണം എന്നിങ്ങനെ ഒരു ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ വ്ലോഗ് എടുക്കാൻ വിചാരിച്ചത്. പിന്നെന്താ, സോ ദാറ്റ്സ് ഓൾ. അപ്പോൾ ബാക്കി ഞാൻ കാണിക്കാം. അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഇപ്പം എത്ര സമയം എന്നറിയോ? ഇപ്പം സമയം 1:42. രാവിലെ തൊട്ടിരുന്ന് ആലോചിച്ച് ഞാനൊരു ആലോചന ജീവിയായിപ്പോയി. അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പോകാനുള്ള ലൈക്ക് ഒരു സാധനം എടുക്കാൻ പോയതുകൊണ്ട് ഫുൾ അത് തന്നെ ആലോചിച്ച് എന്ത് ചെയ്യും, ഞാനും എൻ്റെ അനിയത്തിയും കൂടെ കുറേ അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഫുൾ ഡിസ്കഷൻസ്. അങ്ങനെ ഇത്ര മണിക്കൂർ ആ യൂണിഫോം ഇട്ടിരിക്കുന്നു. എന്തായാലേ ബേസിക്കലി ഞാൻ മടിച്ചായിട്ടായിരിക്കാം. എനിവേ ഇപ്പോഴാണ് കുളിക്കണത്. 2 മണിയാവാനായി. ഇപ്പോൾ മഴ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ഗൈസ് കാണണം. അപ്പോൾ മഴ പെയ്തു തുടങ്ങി. മിക്കവാറും ഇന്നൊന്നും നടക്കൂല. കാരണം ഈ ഞങ്ങൾ വിചാരിച്ച സ്ഥലം എവിടെയാണെന്ന് എനിക്ക് വലിയ ധാരണ ഇല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി സെറ്റ് ചെയ്യാൻ ഇന്ന് പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പോൾ നാളെ ആയിരിക്കും മിക്കവാറും എന്തെങ്കിലുമൊക്കെ എടുക്കണത്. അങ്ങനെയാണെങ്കിൽ ഈ വ്ളോഗിൻ്റെ ബാക്കി ഞാൻ നാളത്തേക്ക് ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ എന്താ, എനിക്ക് പ്രത്യേകിച്ച് വിശക്കണമൊന്നുമില്ല. ഇവിടെ പഴമുട്ടൊക്കെ ഉണ്ട്. ഞങ്ങൾ മെസ്സ് ഹോസ്പിറ്റലിൻ്റെ അടുത്താണ്. സോ അവിടെ നടന്നു പോകാനൊന്നും വയ്യ. തൽക്കാലം വിശപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിനി കിടന്നുറങ്ങിയിട്ട് നല്ല മഴ പെയ്യുന്നുണ്ട്. എന്നിട്ട് വൈകുന്നേരം സ്ഥലം നോക്കാൻ പോകണം എന്നൊക്കെ വിചാരിക്കണു. ഞാൻ എൻ്റെ ആലോചന ജീവി ആയതുകൊണ്ട് ചിലപ്പോൾ ഇതന്നെ ആലോചിച്ചിരിക്കും, ഉറങ്ങിയൊന്നും വരില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. ഹായ്, ഞാൻ ഉറങ്ങി എണീറ്റു. സമയം 5 മണി ആവാനായി. ഒരു 5:30 പോകണം എന്നായിരുന്നു എൻ്റെ പ്ലാൻ. 5:30 പോവും. അപ്പോൾ ഞാൻ റെഡി ആവണം. ആദ്യം ഞാൻ വിചാരിച്ചത് ചുരിദാർ ഇട്ട് പോവാം, എന്നിട്ട് എടുക്കാം എന്നൊക്കെയായിരുന്നു. പക്ഷെ എൻ്റെ അനിയത്തിയുടെ നിർബന്ധിതമായിട്ടുള്ള മാനസിക സമ്മർദ്ദം മൂലം ഓള് പറഞ്ഞു ചുരിദാർ ഇട്ട് പോകണ്ട, സാരി എടുത്ത് പോയാൽ മതി എന്ന്. പക്ഷെ ഈ ഹോസ്റ്റലിലെ സാരിയൊക്കെ എടുത്ത് പോകണത് എനിക്ക് മടിയാണ് സത്യം പറഞ്ഞാൽ.
അത്ര എക്സ്ട്രോവേർട്ടൊന്നും അല്ല. അങ്ങനെ എനിക്ക് മടിയായി എല്ലാവരും. പക്ഷെ എന്തായാലും ഞാൻ സാരി എടുത്ത് പോവായിരിക്കും. ബിക്കോസ് നമ്മളാവശ്യമാണല്ലോ. അപ്പോൾ ഞാനിനി സാരി എടുക്കട്ടെ, റെഡി ആവട്ടെ. നിങ്ങൾ വിചാരിക്കും എത്ര പെട്ടെന്നൊക്കെ ഇങ്ങനെ സാരി എടുത്ത് റെഡി ആകാൻ പറ്റണം. എനിക്ക് സാരി എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ പെട്ടെന്ന് ഉടുപ്പിക്കും. ഇത് കാണുന്ന നിവേദ്യ പ്രദീപ്, സാൻഡ്ര ജെയിൻ, സുധി ശശിധർ, സ്നേഹ വാസുദേവ്, പിന്നെയും കുറേ ആൾക്കാരുണ്ട്. ഞാൻ ഓരോരുത്തരുടെ പേര് പറയുന്നില്ല. എല്ലാവരും ഇത് ഓർക്കണം. ഞാൻ സാരി എടുത്തുന്നത് ഞാൻ കോളേജിൽ ഞാൻ എല്ലാവർക്കും സാരി എടുത്ത് കൊടുക്കുമായിരുന്നു. ഞാൻ ക്ലാസ്സിൽ എനിക്ക് മാത്രമേ അന്ന് ആ സമയത്ത് ആദ്യം ഞാനായിരുന്നു ഒരുപാട് പേര് കൊടുത്തിരുന്നത്. പിന്നെ കുറേ ആൾക്കാർ പഠിച്ചു. ശരി, ഞാൻ റെഡി ആവട്ടെ കേട്ടോ. ഓക്കെ, സൂപ്പറില്ലേ മുടി? കണ്ണൊക്കെ നല്ല അവിഞ്ഞിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു കുലസ്ത്രീ ആയില്ലേ. ജസ്റ്റ് സാരി എടുത്തോളൂ. ഞാൻ കാണിച്ചു തരാം സാരി എടുത്തത്. പക്ഷെ എങ്ങനെ കാണിക്കും? ഞാനെൻ്റെ ഒരുക്കമൊക്കെ കഴിഞ്ഞു. ഇപ്പം കണ്ടൊരു പാവം കുട്ടീനെ പോലെ തോന്നുന്നുണ്ടല്ലോ അല്ലേ? എൻ്റെ അനിയത്തി പറഞ്ഞ ഇൻസ്ട്രക്ഷൻസിലാണ് ഞാൻ എല്ലാം ചെയ്തത്. അവൾ പറഞ്ഞു കമ്മലിടണ്ട, വളയിട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനതനുസരിച്ച് ഒരുങ്ങിയിട്ടുണ്ട്. ഞാൻ വീഡിയോ ഒക്കെ കാണിക്കാം. അപ്പം ഞാൻ റെഡിയായി. ഇപ്പോൾ പോട്ടെ ഗൈസ്. ഇതാണ് നമ്മുടെ പുസ്തകം. ഞാൻ ബാക്കി ഇതാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ വന്ന ലൊക്കേഷൻ. അതാണ് എൻ്റെ ക്യാമറാമാൻ അഖിലേ. അഖിലിൻ്റെ കഴിവായിരിക്കും എൻ്റെ കംപ്ലീറ്റ് വീഡിയോസും. നല്ല സൂപ്പർ സ്ഥലമാട്ടാ. നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞു. കണ്ടാ, സൂപ്പർ സ്ഥലമാണത്. നല്ല ക്ലിപ്സാണ് അഖിലെടുത്ത് തന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ വരമ്പത്ത് കൂടെ നടന്ന് തിരിച്ച് ഹോസ്റ്റലിൽ പോവാണ്. ലൈറ്റ്. അങ്ങനെ നമ്മൾ വീഡിയോ എടുത്ത് വന്നു. ടയേർഡായി. കുറച്ചൊക്കെ നല്ല ഷോർട്സ് കിട്ടി എന്നാണ് എൻ്റെ ഒരു ധാരണ. അറിയില്ല, ഇനി എഡിറ്റ് ചെയ്ത് വരുമ്പോഴേ പറയാൻ പറ്റുള്ളൂ എന്താ അവസ്ഥ എന്ന്. എന്തായാലും സൂപ്പറായിരുന്നു. പിന്നെന്താ, അപ്പം അത്രേ ഉള്ളൂ. ബായ്. ഈ വ്ളോഗ് ഫുള്ള് കാണാൻ ധൈര്യമില്ല, എന്താ പറയുക, ക്ഷമ കാണിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇത് ഫുള്ള് കണ്ട ആൾക്കാരും നിങ്ങൾ വായിച്ചാലും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകത്തിൻ്റെ പേര് കമൻറ്റ് ചെയ്യാം. നോക്കട്ടെ ഒരാളെങ്കിൽ ഒരാൾ ഫുള്ള് കാണണ്ടോന്ന്.